ശാരീരിക വെല്ലുവിളികൾ നേട്ടങ്ങൾക്ക് തടസ്സമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ആലുവ കോട്ടപ്പുറം സ്വദേശി 40 വയസ്സുകാരൻ രതീഷ് NP. 2.5 വയസ്സിൽ പോളിയോ ബാധിച്ച് ഇരുകാലുകൾ സ്വാധീനക്കുറവുള്ള രതീഷ് NP ഈ വരുന്ന 4-ാം തീയതി വേമ്പനാട്ടുകായൽ 4 കിലോമീറ്റർ കുറുകെ കടക്കാൻ നീന്തൽ പരിശീലനത്തിന്റെ തയ്യാറെടുപ്പിലാണ്. എങ്ങനെ വേമ്പനാട്ടുകായൽ നീന്താൻ സെറ്റായ? പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണോ. എന്നത്തേക്കാണ് ഡേറ്റ് പറയണേ? നമ്മള് 4-ാം തീയതിക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എത്ര കിലോമീറ്റർ ആണ് നീന്താൻ പോണേ? നമ്മള് 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ അല്ലേ? അപ്പൊ അതിന്റെ ട്രെയിനിങ് എങ്ങനെയായിരുന്നു? പരിശീലനം എങ്ങനെയായിരുന്നു? സാറ് നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ് തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ചെയ്തോണ്ട്. അല്ല, നമ്മളിപ്പോ അംഗവൈകല്യമുള്ള ഒരാളാണല്ലോ, അപ്പൊ കൈകൊണ്ടാണ് കൂടുതലും ഞാൻ ഇവിടെ പ്രാക്ടീസിന് വരുമ്പോ തന്നെ ഞാൻ സജീവ് വളശ്ശേരി സാറിനോട് ചോദിക്കുമായിരുന്നു, സാർ എനിക്ക് കാലുകളില്ല, അപ്പൊ കൈകൊണ്ട് മാത്രം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ സാർ എന്നോട് പറഞ്ഞത് ശരീരത്തിന്റെ കുറവുകൾ നോക്കണ്ട, മനസ്സിന്റെ നിറവാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് കൈകളില്ലാതെ എങ്ങനെ നീന്താമെന്ന് സാറ് പഠിച്ചിട്ട് സാർ എന്നെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ? അതെ അതെ. നീന്തലൊന്നും അറിയില്ല? ഇല്ല. ഞാൻ 22 ദിവസം കൊണ്ടാണ് നീന്തൽ പഠിച്ചത്. 22 ദിവസം കൊണ്ട് ഇത്രയും പരിമിതിയുള്ള പഠിച്ചു അല്ലേ? അപ്പൊ അതെങ്ങനെയായിരുന്നു അത്? ആ നീന്തലിന്റെ പരിശീലനം എങ്ങനെയാ? പരിശീലനം ബ്രീത്തിങ് ആണ്, പിന്നെ കൈകൊണ്ട് കാലുകൊണ്ടുള്ള ഒരു പരിപാടി കാലുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ബ്രീത്തിങ്ങും കൈകൊണ്ടിട്ടുള്ള ചലനങ്ങളാണ്. അതെ. ബ്രീത്ത് കൺട്രോൾ ചെയ്യുക, പിന്നെ കൈ കൊണ്ട് തുഴഞ്ഞു നിൽക്കുക, അതുപോലെ തന്നെ വലിച്ചു നീന്തുക. എത്ര മണിക്കൂറോളം നിൽക്കാൻ പറ്റും? ഞാനിപ്പോ ഏകദേശം ഒരു 5 മണിക്കൂറോളം നിലയില്ലാത്ത സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ പ്രതീക്ഷ നൽകിയാണ് വേമ്പനാട്ടുകായൽ? ഭയങ്കര ഒരു ആഗ്രഹമാണ് വേമ്പനാട്ടുകായൽ നീന്തണുള്ളത്. അപ്പൊ സജീവ് വളശ്ശേരി സാറിന്റെ സ്നേഹവും കരുതലും അതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോ സാധ്യമാകുന്നത്. കാരണം അദ്ദേഹം എന്നെ ഏറ്റെടുക്കുകയും അദ്ദേഹം എനിക്ക് സ്പെഷ്യൽ ട്രെയിനിങ് തരികയും ചെയ്തുകൊണ്ടാണ് എനിക്ക് നീന്തൽ പഠിക്കാൻ പറ്റിയതും. ഇന്നിപ്പോ വേമ്പനാട്ടുകായലിന്റെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത 4-ാം തീയതി നമ്മൾ തീർച്ചയായും വേമ്പനാട്ടുകായൽ ചെയ്യും. അപ്പൊ അതിൽ നമ്മുടെ ശരീരം ഫിറ്റിംഗ് എല്ലാ കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണ്, എല്ലാം സാറ് കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. എന്തായാലും 4-ാം തീയതി വേമ്പനാട്ടുകായല് കുറുകെ കടന്നു വരട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ. നിരവധി ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന രതീഷ് നീന്തൽ പഠിക്കാനായി നീന്തൽ പരിശീലകനായ സജീവ് വളശ്ശേരിയെ സമീപിച്ചു. സജീവ് വളശ്ശേരിയുടെ വാക്കുകൾ എന്റെ ശരീരത്തിനും മനസ്സിനും ഊർജം പകർന്നു. ശരീരത്തിന്റെ കുറവുകൾ നോക്കേണ്ട, മനസ്സിന്റെ നിറവാണ് വേണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല. 22 ദിവസത്തെ കഠിനാധ്വാനം കൊണ്ട് നീന്തൽ പൂർണ്ണമായും പഠിച്ചു. 16 വർഷമായി ആലുവ ദേശം കടവിൽ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുന്ന സജീവ് വളശ്ശേരിയുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലിച്ചു. രതീഷ് വേമ്പനാട്ടുകായലിലേക്ക് നീന്താനുള്ള എല്ലാ ട്രെയിനിങ്ങും കഴിഞ്ഞെടുക്കാണ്. 4-ാം തീയതി തവണക്കടവിൽ നിന്ന് വൈക്കം ബീച്ചിലേക്ക് നീന്താൻ പോവാണ്. വേമ്പനാട്ടുകായൽ കുറുകെ നീന്താൻ പോവാണ്. രതീഷിന് ഒരു പ്രത്യേകതയുണ്ട്. 2.5 വയസ്സിൽ പോളിയോ വന്ന് അരയ്ക്ക് താഴേക്ക് തളർന്ന മനുഷ്യനാണ് രതീഷ്. അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ ഇത്ര ആളുകൾ കൈയും കാലും നല്ല രീതിയിലുള്ളവരെല്ലാവരും മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീന്തി കാണിക്കാൻ പോകുന്നത്. ഇത് വലിയൊരു പ്രചോദനം, കേരളത്തിലുള്ള എല്ലാവർക്കും നീന്തൽ പഠിക്കാനും ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. എൻ്റെ പേര് സജീവ് വളശ്ശേരിൽ. കഴിഞ്ഞ 16 വർഷമായിട്ട് ആലുവ പെരിയാറിൽ സൗജന്യമായിട്ട് നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിയോ ഒരു മുതിർന്നവരോ മുങ്ങി മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. രാവിലെ 5 മണിക്ക് ആലുവ മണപ്പുറം ദേശം കടവിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 16 ദിവസം കൊണ്ട് നീന്തൽ നടത്തിക്കൊണ്ട് പോകാം, നീന്തൽ പഠിച്ചിട്ട് പോകാം. ഇത് വേൾഡിലില്ല, ഇങ്ങനെ 1000 പേരിൽ കൂടുതൽ ഒരു ദിവസം പഠിപ്പിക്കൽ വേൾഡിലില്ല. വേൾഡിലെ ആദ്യത്തെ സംഭവമാണ്. പല ആളുകൾ ഇത് സെർച്ച് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞാണ്. ഇവിടെ ഇനിയും ഇപ്പൊ നമുക്ക് ഏകദേശം 1000 പേരായിട്ടുള്ളൂ. 2 ബാച്ച് മാത്രമേ ഉള്ളൂ. 4 ബാച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വർഷം കാത്തിരിക്കുന്നത്. ഇനി നമുക്ക് 32 ദിവസം ക്ലാസ് ഉണ്ട്, 33 ദിവസം ക്ലാസ് ഉണ്ട്. മെയ് 31 വരെ ക്ലാസ് ഉണ്ട്. മെയ് 31 വന്നാലും പുതിയ ആളുകളെ ചേർക്കും. അപ്പൊ ആർക്കെങ്കിലും നീന്തൽ അറിയാൻ പാടില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ആലുവ മണപ്പുറം ദേശം കടവിലേക്ക് നിങ്ങൾ എല്ലാവരും വാ. ഇതൊരു ക്ഷണക്കത്തായിട്ട് സ്വീകരിക്കണം. കുട്ടികളുടെ പ്രായപരിധി എത്രയാ? 3 വയസ്സ് തുടങ്ങി 80 വയസ്സ് വരെയാണ്. കുട്ടികളെ പ്രത്യേകമായിട്ടല്ല പഠിപ്പിക്കുന്നത്. പിന്നെ ലേഡീസിന് 50% സീറ്റ് ഇവിടെ മാറ്റിയിട്ടിരിക്കുന്നു. വൈകല്യമുള്ളവർക്ക് പ്രത്യേക പരിഗണന, വൈകല്യമുള്ളവർക്ക് ഭയങ്കര പരിഗണനയുള്ള സ്ഥലമാണ്. ഇപ്പൊ തന്നെ 11 പേര് ഭിന്നശേഷിക്കാർ ഇവിടെ പഠിക്കുന്നുണ്ട്. ചിത്രവരയിലൂടെയാണ് ഏക വരുമാനം. മാതാപിതാക്കളും ഒരു മകനും അടങ്ങുന്ന കുടുംബം.
രതീഷിന് ബാക്കിയുള്ള വലിയ 2 ആഗ്രഹമുണ്ട്. ഒന്ന്, ആലുവയിൽ നിന്നും കാശ്മീർ വരെ കാർ ഓടിച്ചു പോകണം. പവർ ലിഫ്റ്റിംഗിൽ നാഷണൽ ലെവൽ കൂടി പോകണം. ഈ 2 ആഗ്രഹം കൂടി നടക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് രതീഷ്. മകനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കുറവുകൾ മകന് തടസ്സമാകരുതെന്ന പ്രാർത്ഥനയിലാണ്. പ്രതിസന്ധികളിൽ തളരാതെ പോരാടിയാക്കി ഇപ്പോൾ ദേശീയ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്.